ചർച്ച ചെയ്ത സംഭവമായിരുന്നു ആര്യനെ മാങ്ങാണ്ടി എന്ന് വിളിച്ചത്. അറിയില്ലായിരുന്നു എന്താ ഈ സംഭവം എന്നൊന്നും ശരിക്കും അറിയില്ല. ജെനുവിൻ കോമഡി കേട്ടോ അത്. ഞാൻ ഈ ഉറക്കത്തിന് ഇങ്ങനെ എണീച്ച് മോർണിംഗ് ഒക്കെ എത്തിയപ്പോ എനിക്ക് ഭയങ്കര ഫീൽ ബാഡ് അടിക്കുന്നു അകത്ത്. ഞാൻ ഈ ഒരു മാങ്ങ കമ്പനിയുടെ ഓണറൊക്കെ ആയി, CEO ഒക്കെ ആയി, കമ്പനി എല്ലാവരുടെയും വോട്ട്സ് ഒക്കെ വാങ്ങി, എനിക്ക് ഭയങ്കര പ്രൗഡ് മൂമെന്റ് ആണ് അകത്ത്. മാങ്ങ കമ്പനിയുടെ CEO എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ബോട്ടിലൊക്കെ ഉണ്ടാക്കുന്നു, ഞാൻ ഭയങ്കര പ്രിപ്പയർഡ് ആണ് നെക്സ്റ്റ് മോർണിംഗ്. അപ്പൊ ഞാൻ പോകുന്ന വഴിക്ക് നൂറയും ഇവരൊക്കെ എന്നെ കളിയാക്കാൻ വേണ്ടി പോടാ മാങ്ങാണ്ടി മോര. അപ്പൊ ഞാനിത് കേൾക്കുമ്പോൾ ഞാൻ ഒരു അക്ബറെ കുറച്ച് ഓറാവുന്നുണ്ട്, ഇവരൊക്കെ കോമഡി രീതിക്ക് പോകുന്ന സാധനം കേട്ടോ. അക്ബറെ കുറച്ച് ഓറാവുന്നുണ്ട് ഇവരെന്നെ ഇങ്ങനെ മാങ്ങാണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഈ മാങ്ങാണ്ടി എന്നൊക്കെ. അപ്പൊ അവൻ പറയുന്നത് മാങ്ങകളിലണ്ടി, അല്ല സോറി അങ്ങനല്ല, അങ്ങനത്തെ ഉണ്ടായ സിറ്റുവേഷനിൽ കോമഡി ഞാൻ ചിരിച്ച ദിവസം എന്നെ മാങ്ങാണ്ടി, അപ്പൊ നീ ഒരു മാങ്ങാണ്ടി, അണ്ടിയില്ലാത്ത മാങ്ങൻ, അങ്ങനെയൊക്കെ പറഞ്ഞു ഐ വാസ് ലൈക്ക് എന്തൊരു. ബിക്കോസ് സത്യം പറഞ്ഞാൽ എനിക്കിത് ഇന്റർവ്യൂവിൽ പറയാൻ പറ്റില്ല. ഞാൻ എടുത്ത ഒരു മാങ്ങ അണ്ടിന്ന് മീനിങ് എടുത്ത് വേറെ എന്തോ അത് എന്താണെങ്കിലും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പുറത്ത് കേട്ടത് ഇത് ബാഡ് വേർഡ് അല്ലേ, പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായതാ ഇത് സീഡാണ്. അപ്പൊ അതല്ല ഞാൻ ഓക്കെ സോറി, എന്റെ മലയാളത്തിന്റെ പ്രശ്നമാണ് ഇതൊക്കെ. അല്ല അത് ആര്യൻ ഉദ്ദേശിച്ച രീതിയിലും യൂസ് ചെയ്യാറുണ്ട്, രണ്ട് രീതിയിലും. സീരിയസ്ലി എന്റെ പുറത്തുള്ള ഫ്രണ്ട്സ് പറയാറുണ്ട്. അപ്പൊ ഞാൻ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു ഇതിലായിരുന്നു. കോമഡി പുറത്തേക്ക് വന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരുടെയും കുറെ ചിരിച്ചു. അതെ, അതുപോലെ ഏറ്റവും കൂടുതൽ ആര്യന്റെ ഒരു ബിഗ് ബോസ് ജേർണി എന്ന് പറയുമ്പോഴത്തേക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്രാഫ് കയറിയ ഒരു സംഭവമായിരുന്നു മസ്താനിയുടെ എവിക്ഷന് ഇത് വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബട്ട് സ്റ്റിൽ ആര്യൻ എവിക്റ്റ് ആയ സമയത്ത് മസ്താനി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു. അപ്പം ശരിക്കും നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അപ്പൊ ഞാനും മസ്താനി തമ്മിൽ ഒരു പ്രശ്നമില്ല. ഞാൻ പറയട്ടെ, എനിക്ക് ഈ വീട്ടിലൂടെ ആരോടും ഒരു പ്രശ്നമില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ജസ്റ്റ് മീ ഓർ ഇസ് ഇറ്റ് ഓൾ കണ്ടസ്റ്റൻസ്. എനിക്ക് അങ്ങനെ നെഗ് ആരും അടുപ്പിച്ചിട്ടില്ല. ഞാൻ എക്സ്ട്രീംലി ഹാപ്പിയാണ്. പക്ഷെ ഞാനിപ്പോൾ പറയുന്ന കറക്റ്റ് പോയിന്റ്സ് ഞാൻ പറയണത്. ഇപ്പൊ അനുമോളുടെ കാര്യം പറഞ്ഞാലും ഞാൻ എനിക്ക് എന്നെ റൈറ്റ് പ്രൂവ് ചെയ്യണ്ടേ. ഐ ഹാവ് ടു ടെൽ യു മൈ പെർസ്പെക്റ്റീവ്. നോ, ആ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ പെർസ്പെക്റ്റീവ് ആണത്. ഇവ ചെയ്ത് ആ സമയത്ത് തെറ്റായിരുന്നു, ഞാൻ റൈറ്റ് ആയിരുന്നു. ഞാൻ എന്നെ ഇപ്പോൾ നിങ്ങളെ പ്രൂവ് ചെയ്യണം. പക്ഷെ എനിക്ക് അങ്ങനെ അകത്ത് ആരോടും പ്രശ്നമൊന്നും ഇല്ല. മസ്താനിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് മസ്താനിയുടെ ഒരു പ്രശ്നമില്ല. ഐ എം എക്സ്ട്രീംലി ഓക്കെ വിത്ത് മസ്താനി. ഷീ ഗെയിം എൻ്റെ അഗേൻസ്റ്റ് വന്നു ആ വീട്ടിൽ, ഗെയിം കളിച്ചു പോയി. പക്ഷെ ഞാൻ ആ ഡാൻസ് ചെയ്തത് അപ്പാണി പോയപ്പോൾ മസ്താനി ക്യാമറ നോക്കിയിട്ട് ഏ ഗായ്സ് അപ്പാണി പോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം കൂടി. എനിക്ക് അപ്പാനീനെ പ്രത്യേകത ഇഷ്ടമായിരുന്നു വീട്ടിൽ, ഇപ്പോഴും ഇഷ്ടമാണ്. നല്ല കാര്യമാണ് എനിക്ക് അപ്പാനി. ഇന്നലെ ഞാൻ വിളിച്ചോളൂ അപ്പാനി നീ എവിടെയാണ് അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ വിളിച്ചപ്പോൾ അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞ പോലെ ഈ കാര്യത്തിൽ മസ്താനി അത് ചെയ്തു. എനിക്കവിടെ നല്ല വിഷമം, എനിക്ക് വിഷമം കൂടി, ഡബിളായി. അപ്പാണി ഫസ്റ്റ് പോയി, ഞാൻ ഇങ്ങനെയാണ്. ഇതും കൂടി ചെയ്തപ്പോൾ ഞാൻ കരഞ്ഞോണ്ടിരിക്കുക, അപ്പാണി പോയി. അപ്പം ഞാൻ ആ മാസ്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ജിസയിലും ഞാനും ആ മാസ്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മറ്റേ വീരപ്പൻ വന്ന് കൊണ്ടുപോയില്ലേ അപ്പാണിനെ, അപ്പം മാസ്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ആ സാധനം ഒളിപ്പിച്ച് വെച്ചു, ആ മാസ്ക്. ഞാൻ പറഞ്ഞു മസ്താനി 3 ദിവസം ഞാൻ ഡാൻസ് ചെയ്യും. ബിക്കോസ് ഞാനിപ്പോൾ അകത്ത് ഭയങ്കര ഫിൽഡപ്പാണ്. അപ്പാനി പോയി, എൻ്റെ ഫ്രണ്ട് പോയി, പക്ഷെ മസ്താനി അവിടെ അങ്ങ് ഹാപ്പി ആയി. അതായത് മസ്താനി ഞാനൊരു അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി മൈൻഡിൽ മസ്താനി പോകുമ്പോൾ അവളെ ഫീൽ ചെയ്യിപ്പിക്കാം. ബാക്കി അപ്പാണി എങ്ങനെയാണ് ഫീൽ ചെയ്തത് ആ ഫീലിംഗ് കാണിക്കാൻ ഈ കാര്യം ഞാൻ പറഞ്ഞു. മസ്താനി നീ എവിക്റ്റ് ആകുമ്പോൾ നോക്ക്, ഒരു സർപ്രൈസ് ഉണ്ട് നിനക്ക് വേണ്ടി, ഞാൻ ഡാൻസ് ചെയ്യും. അവൻ ഡക്കട സാധനം ചെയ്യും. അപ്പൊ അവള് പോടാ ചെയ്യടാ എനിക്കെന്ത് പ്രശ്നം, ആ ഒരു റാപ്പ് പോലെ പോയി. ആ സമയത്ത് അവള് എവിക്റ്റ് ആയിപ്പോ ഞാൻ ഡക്കട പക്ഷെ അവൾ എന്നെ തിരിഞ്ഞു നോക്കി സ്മൈൽ ചെയ്തൊക്കെ പോയത്. അത് ഞാൻ സോഫയിൽ നിന്നൊക്കെ. അപ്പൊ നോർമൽ കാര്യമാണത്. ഞാൻ ചെയ്തത് എന്റെ റിവെഞ്ചിന് വേണ്ടിയാ, സാറ്റിസ്ഫാക്ഷൻ കിട്ടും, മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയാ. അത് എനിക്ക് എക്സ്ട്രീം കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നോർമൽ പുറത്ത് വന്നപ്പോൾ അവൾക്ക് ഭയങ്കര സൈബർ ബുള്ളിങ്ങും സൈബർ ഹേറ്റഡ് കിട്ടി. അത് ഐ ഡോണ്ട് വാണ്ട് പീപ്പിൾ ടു പ്രൊമോട്ട് ദാറ്റ് ഗൈസ്. ഇത് നിങ്ങൾ കാണുവാണെങ്കിൽ മസ്താനി നിങ്ങൾ അങ്ങനെ ഡോണ്ട് പോർട്രേ ഹർ ഇൻ സച്ച് എ വേ ദാറ്റ് ഷീ ഹാസ് നോ ലൈഫ്. ഷീ ഈസ് ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. നല്ലോണം ഗെയിം കളിച്ചുകൾ പോയി, അത് കുഴപ്പമില്ല, അത് വിട്ടേക്ക് എല്ലാവരും. അത് ഞങ്ങൾ തമ്മിലൊരു സാധനം, ഒരു ഈ പറഞ്ഞ പോലെ ഒരു റിവെഞ്ച് എടുക്കാൻ വേണ്ടി സാധനം, ഒരു കോമഡി രീതിക്ക് പോയ സാധനമുള്ളൂ. സോ ഐ ജസ്റ്റ് റിക്വസ്റ്റ് ഡോണ്ട് സൈഡ് ഹർ, ഡോണ്ട് സൈബർ ബുള്ളി ഹർ, ലെറ്റ് ഹർ ലിവ് എ ലൈഫ്, ഷീ ഈസ് ചിൽ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ PR ഓർ വോട്ട് എവർ ആളുകൾ പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഇനിയിപ്പോൾ അനുമോളുടെ, ഷാനവാസ്, അനീഷ് അവരുടെയൊക്കെ PR പറയുന്നതാണ് എന്തോ എനിക്കറിയില്ല, ബട്ട് കുറെ കമന്റ്സും ഈ ഓഡിയൻസിന് അറിയായിരിക്കും. അക്ബറിനും ആര്യനും ഒക്കെ ഏഷ്യാനെറ്റിന്റെ ഫേവറിസം ഉണ്ട്, ശ്രദ്ധിച്ചിരുന്നോ? കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫേവറിറ്റിസം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ അവിടെ ഉണ്ടാവില്ലേ? ആ വീട്ടിൽ ഔട്ട് ആവുന്നതിന് മുമ്പ് പറഞ്ഞ സംഭവമാണ്. സാധനം ഇല്ല. അതെ, എനിക്ക് സർഗോ സാറിനെ അറിയാം. സർഗോ സാർ ഒരു ജെം ഓഫ് എ ഹ്യൂമൻ ആണ്.
ഹീസ് വൺ ബ്യൂട്ടിഫുൾ സോൾ മാൻ. അഞ്ജന മാം ആയാലും സെർഗോ സർ ആയാലും ഈ രണ്ടുപേരും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരല്ല. ഈ ടിക്കറ്റ് ടു ഫിനാലെ സമയത്ത് നിങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ കൈ ഇങ്ങനെ മുകളിൽ പിടിച്ച ഫസ്റ്റ് ദിവസത്തെ, അപ്പൊ ആ സമയത്ത് അനീഷേട്ടൻ വെള്ളം കൊടുക്കുന്ന സമയത്ത് ആര്യന് മാത്രമേ കിട്ടിയുള്ളൂ. അത് ഞാൻ കുടിച്ചു. അപ്പൊ തന്നെ ബിഗ് ബോസ് പറഞ്ഞു ആര്യൻ വെള്ളം കുടിക്കാൻ പറ്റില്ല. സംഭവം ട്വിസ്റ്റ് ചെയ്ത് വന്നത് ആര്യൻ കുടിക്കാൻ വേണ്ടി അത്രയും സമയം വെയിറ്റ് ചെയ്തു, ബാക്കി ആർക്കും വെള്ളം കുടിക്കാൻ പറ്റിയില്ല. അത് വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. സോഷ്യൽ മീഡിയയുടെ ഒരു എറ അല്ലേ, അവർക്ക് എങ്ങനെയാണെങ്കിൽ ഇടാൻ പുറത്തു. പക്ഷെ ഞാൻ പറയാം എക്സാക്ട്ലി സംഭവിച്ചെന്താ. വെള്ളം തരൂ വെള്ളം കൊടുത്തു. ആര്യൻ വെള്ളം കുടിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അവിടെ ഞാൻ കുടിച്ചില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ ബിഗ് ബോസ് പറയില്ല മിസ്റ്റേക്ക് ആണെന്ന്. അങ്ങനെ ഈ കാര്യം തന്നെ ആ മൈക്കിന്റെ ഇഷ്യൂ, പിന്നെ മൈക്ക് വരും. അനുമോൾ ഭയങ്കര സ്മാർട്ടാണ്. അനുമോൾ ഇങ്ങനെ മൈക്ക് എടുത്തപ്പോൾ ഞാൻ കൈമാറ്റി, പിന്നെ ആള് ഞാൻ വീട്ടിൽ വന്ന് തരാം, അങ്ങനെ ആയി പോയതാ. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എന്നെ കൈ മാറ്റിയിട്ടില്ല ടാസ്കിന്ന്. ഞാൻ ട്രൂ വിന്നർ ആണ്. അതില് സാബുമോൻ ഡിസേർവിംഗ് ആണെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, അത് ഭയങ്കര ഒബ്വിയസ് അല്ലേ. ഞാൻ കൈ മാറ്റിയത് മൈക്ക് എടുക്കാൻ വേണ്ടിയാണ്. അവിടെ അനുമോൾ ഇല്ലെങ്കിൽ ഞാൻ കൈ മാറ്റും. പക്ഷെ സാബുമാൻ കൈ മാറ്റിയത് എപ്പോഴാ, ഞാൻ അവനെ കൺവിൻസ് ചെയ്തപ്പോഴാ. സാബു ഇങ്ങനെ നീ പോടാന്ന് പറയുമ്പോൾ അവൻ കൈമാറ്റി. അതൊക്കെ ടാക്ടിക്സിൽ വീണ ആളല്ലേ. ആ ഒരു ടാക്ടിക്സിൽ ഭയങ്കര ഒബ്വിയസ് ആണ് അത്. സോ ഐ വാസ് വെരി ഒബ്വിയസ് ഈ കാര്യങ്ങളൊക്കെ പുറത്ത് വരുമ്പോൾ ബാഡ് അടിക്കും. പക്ഷേ ഐ എം ഷുവർ ട്രൂ വിന്നർ ആണ് ഞാൻ ആ ടാസ്കിന്റെ. അത്രയും നിന്നിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ ഒരുപാട് കണ്ടന്റ് കൊടുത്തിട്ടുള്ള, അതായത് ഫുൾ പാക്കേജ് ആയിട്ടുള്ള ഒരാള് ആര്യൻ ഔട്ടായി. സാബുമോൻ ഇസ് സ്റ്റിൽ ദെയർ. എന്താണ് നടക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് 23 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ കാര്യത്തിൽ എനിക്ക് ഒരു എന്താ വോട്ടിങ്, എന്താ പ്രേക്ഷകർ, ആര് വോട്ട് ചെയ്യുന്നു, എങ്ങനെ വോട്ട് ചെയ്യുന്നു, എങ്ങനെ വോട്ട്സ് കൂടും, എങ്ങനെ വോട്ട്സ് കുറയും, ഇതെനിക്കൊന്നും ധാരണയില്ല. സാബുമാൻ ഇപ്പോൾ ആ വീട്ടിലുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് പീപ്പിൾ ആർ ലൈക്കിങ് സാബുമാൻ. ഈ പറഞ്ഞ പോലെ സാബുമാനെ ആൾക്കാർക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എനിക്ക് ജനങ്ങളുടെ ഈ പറഞ്ഞ പോലെ വോട്ടിംഗ് ഡൗട്ട് ചെയ്യാൻ പറ്റും? ഇല്ല. I can just live with it. I'm not saying he's good or bad. പക്ഷേ compared to me, he's not that good. അതെനിക്ക് പറയാൻ പറ്റും. ദാറ്റ് ഇസ് മൈ പെർസ്പെക്റ്റീവ്. എന്നെയും സാബുമാനെ കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ കുറച്ചും കൂടി ടാസ്കിലായാലും സംസാരത്തിലായാലും ഞാൻ ഭയങ്കര ഇൻവോൾവ് ഉള്ള ആളാണ്. അപ്പോൾ ജനങ്ങൾക്ക് പൊതുവെ ഇഷ്ടപ്പെടുന്ന ആൾ ഞാനായിരിക്കും. പക്ഷെ അവൻ അവിടെ ഉണ്ടെങ്കിൽ മേ ബി പീപ്പിൾ ലൈക്ക് ഹിം മോർ. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് ഗോ ഫോർവേഡ് വിത്ത് ദാറ്റ്. പീപ്പിൾ ലവ് സാബുമോൻ, ഈവൻ ഐ ലവ് സാബുമാൻ. സീരിയസ്ലി എനിക്ക് പുള്ളിനെ ഭയങ്കര കാര്യമാണ്. പുള്ളി അടിപൊളിയാണ്, ഗുഡ് സോൾ ആണ്, ഭയങ്കര സൈലന്റ് ആണ്, നല്ലൊരു ഹാപ്പി സോൾ ആണ്. അപ്പോൾ എനിക്ക് പുള്ളിനെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇഫ് ഈസ് ദെയർ ഐ എം ഹാപ്പി. പുള്ളി അവിടെ കപ്പടിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പുള്ളി അവിടെ നിൽക്കട്ടെ. അതിലിപ്പോൾ എന്താ, ചില ആൾക്കാർ പറയുന്നത് PR ഗെയിംസ് ഒക്കെയാണെന്ന് പറഞ്ഞു. ഈ സാബുമാൻ ഭയങ്കര, ഞാൻ കേട്ട കാര്യമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ, സാബുമാൻ ഭയങ്കര ബാഡ് പ്ലെയർ ആണ്, അവനെ വെക്കണത് നല്ല പ്ലേയേഴ്സിനെ പുറത്താക്കാൻ വേണ്ടിയാണ്. ആര്യൻ വാസ് എ റിസൾട്ട് ഓഫ് ദിസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വന്നു. സാബുമാനെ അവർ വെച്ചത് ഒരു ബെയ്റ്റ് ആയിട്ടാണ്. ആര്യനെ അവർ പുറത്താക്കാൻ വേണ്ടി മറ്റേ PR കളിച്ച് കളിയാന്നൊക്കെ കുറേ ആൾക്കാർ എവിടെയോ ഞാൻ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ കേട്ടു. പക്ഷെ എനിക്കത് ഞാൻ എന്ന് പറഞ്ഞ് ഇരുന്നിട്ടില്ല. ആവാമാവാതിരിക്കുക. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ അവിടെ എനിക്ക് കൊടുത്ത ജോലി എന്താ, ആ വീട്ടിൽ പോവാ, 100 ദിവസം നിൽക്കുക, കപ്പ ജയിച്ചിട്ട് വരാം. അതിനുവേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങൾ ചപ്പാത്തി കഴിച്ചിട്ടില്ല, ചില ദിവസങ്ങൾ ഞാൻ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട്, ചില ദിവസങ്ങൾ ഛർദ്ദിച്ചിട്ടുണ്ട്, ചില ദിവസങ്ങൾ ഞാൻ ഭയങ്കര അപ്സെറ്റായ ദിവസങ്ങളൊക്കെ ഉണ്ട് നല്ലോണം. ഈ ഒരു ഗ്രാഫിൽ പോയി ഞാൻ 85 ദിവസം കണ്ട് പുറത്തായി. സ്റ്റോറി മാൻ. ഹൂ വിൽ ഐ പ്രൂവ് റോങ് ഓർ പ്രൂവ് റൈറ്റ്? അൺഫെയർ ഫെയർ ഒക്കെ ഞാൻ ഏതെങ്കിലും കണ്ടീഷൻ വന്ന് പറയൂ ഫെയർ ആയിരുന്നു, ഞാൻ പുറത്താവേണ്ട സമയമായിരുന്നു? ഇല്ല. അങ്ങനെ ഞാനും ഡിഫെൻഡ് ചെയ്യുന്നു. അൺഫെയർ എവിക്ഷൻ മാൻ. ഐ വോണ്ട് ടു സ്റ്റേ ഫോർ 100 days, ഗെറ്റ് ദ കപ്പ് ആൻഡ് കം. അത്ര ഒരു കോൺഫിഡൻറ്റിൽ പോയ ആളാണ്. അവിടെ അത്ര ഞാൻ കോൺഫിഡൻസ് ഞാൻ കളിച്ചിട്ടുള്ളൂ. സീരിയസ്ലി. ഒരു ടാസ്കിൽ പറഞ്ഞ ഒരാൾ, ആര്യൻ ആർക്കാണ് നിങ്ങൾ തോന്നുന്നത് കപ്പ് ജയിക്കും അല്ലെങ്കിൽ ടോപ്പ് 5 എത്തും എന്ന് പറയുമ്പോൾ സാബുമാനും കുറെ ആൾക്കാർ പറഞ്ഞു ആര്യൻ വി തിങ്ക്, ബിക്കോസ് അവൻ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു നോർത്ത് ഇന്ത്യൻ ആണ്, എങ്ങനെ സംസാരിച്ച് നിൽക്കും, മലയാളത്തിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെ. പക്ഷെ എൻ്റെ മലയാളം ഞാൻ അവിടെ വായിക്കാൻ പഠിച്ചു. പേപ്പറൊക്കെ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ ആ ഒരു സ്പീഡിൽ വായിച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ്റെ ശ്രദ്ധയ്ക്ക് എല്ലാവരും ഇങ്ങനെ, ഞാൻ വായിച്ചപ്പോൾ എല്ലാവരും നോക്കി ഇങ്ങനെ ഞങ്ങളിങ്ങനെ കമോണ്ടാന്നൊക്കെ. അപ്പോൾ ലെവൽ 1 ഇന്ന് വന്ന് ഈ പറഞ്ഞ ആര്യൻ എറണാകുളം AKA ആര്യൻ കത്തൂരിയ, ലെവൽ 1 ഇന്ന് വന്ന ആര്യൻ അവിടെ ഒരു എത്ര ലെവൽ വരെ എത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്. മലയാളത്തിൻ്റെ സംസാരിക്കുന്ന രീതി, എൻ്റെ അഭിനയം, ഐ എം എൻ ആക്ടർ, ഐ വോണ്ട് ടു ബിക്കം എൻ ആക്ടർ. എൻ്റെ ഈ പറഞ്ഞ പോലെ മൈ പാഷൻ ഇസ് ആക്ടിങ്. അതിനുവേണ്ടി ഈ മായാമോഹിനി ടാസ്ക് എത്ര ലവാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. ആര്യൻ ദിലീപ് ഫാൻസും അസോസിയേഷനും ഇങ്ങനെ കുറേ ഇഷ്ടം പോലെ ആൾക്കാർ എന്നെടാ വി ലവ് യു മായാമോഹിനി വട്ടായിട്ടുണ്ടാ ചില ആൾക്കാരൊക്കെ പുറത്ത് ഈ കാര്യത്തിൽ. ഐ എം വെരി ഹാപ്പി. ഓഡിയൻസ് ഇതൊക്കെ കണ്ട് ചിരിച്ചു, എന്നെ ഒരു ആക്ടറായിട്ട് അക്സെപ്റ്റ് ചെയ്തു. ദാറ്റ് ഇസ് മൈ വിജയം. ഈ ഷോയിൽ ഞാൻ ജയിച്ചത് അവിടെയാണ്. ആസ് എൻ ആക്ടർ, ആസ് എ പെർഫോമർ, ആസ് എൻ എന്റർടൈനർ, എല്ലാവർക്കും ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. ആസ് എ സ്പോർട്സ്മാനിലും ഈ പറഞ്ഞ പോലെ ടാസ്കിലും എവിടെ പോയാലും. ഈ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ പറയാം. ആൾക്കാർ പറഞ്ഞു ഫസ്റ്റ് ഈവൻ സ്പോർട്സിൽ മാത്രം നല്ല കാരണം ടാസ്ക് എല്ലാം ജയിക്കും. ടാസ്ക് ഏതൊക്കെയാ?
അഭിനയത്തിന്റെ ടാസ്ക് മായാമോഹിനി, കഥാപ്രസംഗം, റൈറ്ററിന്റെ ടാസ്ക് അത് ഞാൻ ജയിച്ചിട്ടുണ്ട്. ജയിച്ചിട്ടുണ്ട്. അനീഷ് ഒരു റൈറ്ററാണ്, ഇത് തകടിക്കാൻ വേണ്ടി പറയാനല്ല, അനീഷ് ഒരു റൈറ്ററാണ്. ആ ടാസ്കിൽ ഞാൻ അനീഷിനെ പൊട്ടിച്ചിട്ടുണ്ട്. ഏത് ഒരു കഥ എഴുതി പെർഫോം ചെയ്തു. പിന്നെ മായാമോഹിനിയായി അഭിനയിച്ചു. പിന്നെ ടാസ്കിൽ ഈ പറഞ്ഞ പോലെ ലക്ക് ടാസ്കിൽ ഞാൻ ജയിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാ ഫിസിക്കൽ ടാസ്കിലും ഞാൻ ജയിച്ചിട്ടുണ്ട്. അത്ര എഫേർട്ട് കൊടുത്ത സമയത്താണ് ഞാൻ ഈ പുറത്താവണത്. അത്ര അതിന്റെ ഒരു വിഷമമുണ്ടോ എനിക്ക്? ഫെയർ ആൻഡ് ഫെയർ അല്ല, ആ ഒരു വിഷമമുണ്ട്. I am really sad that I came out and I wanted to play full. No complaints to the Big Boss team, no complaints to anyone. They did their job at the best way possible. എവിടെയാ തോറ്റത് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ ഞാൻ തോറ്റുപോയി. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ജയം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ കെട്ടുപിടിച്ചു. That's my win.